വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ 67.03 കോടിയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. തിരുവനന്തപുരത്തെ SDPI ഭൂമി, പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ്, വയനാട്ടിലെ ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റ്, ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ്, പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ബിനാമി പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത്. ആയുധ പരിശീലനമടക്കം ഈ സ്ഥലങ്ങളിൽ വെച്ച് നടന്നിരുന്നു എന്നാണ് കണ്ടെത്തൽ. മനു ഭരത് നൽകും വിവരങ്ങൾ. മനു, 5 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ നിരോധിച്ചതാണ് PFIയെ. ഇപ്പോഴിതാ കൂടുതൽ സ്വത്തുവകകൾ കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശം? ഭവ്യ, 67.3 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ആണ് 8 ഇടങ്ങളിൽ 8 പ്രോപ്പർട്ടികളിലായുള്ള 67.3 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളാണ് ED ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഈ സ്ഥാവര സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ED ഇപ്പോൾ ഒരു പത്രക്കുറിപ്പിൽ പുറത്ത് നൽകിയിട്ടുണ്ട്. ഗ്രീൻ വാലി ഫൗണ്ടേഷൻ, ആലപ്പുഴ സോഷ്യൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, പന്തളം എഡ്യൂക്കേഷണൽ കൾച്ചറൽ ട്രസ്റ്റ് പത്തനംതിട്ട, ഇസ്ലാമിക് സെൻറ്റർ ട്രസ്റ്റ് വയനാട്, ഹരിതം ഫൗണ്ടേഷൻ മലപ്പുറം, അതുപോലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് ആലുവ, വള്ളുവനാട് ട്രസ്റ്റ് പാലക്കാട്, ലാൻഡ് ഓഫ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് SDPIയുടെ തിരുവനന്തപുരത്തെ കേന്ദ്രം തുടങ്ങിയ 8 സ്ഥാവര വസ്തുക്കളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇത് 67.03 കോടി രൂപ വിലമതിക്കുന്നതാണ് എന്ന് ED വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ നേരത്തെയും സമാനമായ രീതിയിൽ 61.98 കോടി രൂപയുടെ 9 അറ്റാച്ച്മെൻറ്റുകൾ ED നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തം 129 കോടി രൂപയുടെ അറ്റാച്ച്മെൻറ്റുകളാണ് സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത് എന്ന് EDയുടെ പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നു. വളരെ കൃത്യമായി ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 പ്രകാരം ചില കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ഭാഗമായാണ് നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ PFIയുടെ ഒരു രാഷ്ട്രീയ ആയുധമായി SDPI പ്രവർത്തിക്കുന്നു എന്ന് ഈ പത്രക്കുറിപ്പ് വളരെ കൃത്യമായി തന്നെ എടുത്തു പറയുന്നു. സിമി പ്രവർത്തകരാണ് പിന്നീട് PFIയിലെ എന്ന പേരിൽ രൂപമാറ്റം വന്ന് പ്രവർത്തനം ആരംഭിച്ചത് എന്ന് പറയുന്നു. രാജ്യത്ത് ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിരുന്നു. ഇതിനായി വിദേശത്ത് നിന്ന് വലിയ തോതിൽ ഫണ്ട് സമാഹരണം നടത്തി